സുഹൃത്തുക്കളെ, അതീവ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഇത്രയധികം കാര്യങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നത്? ബന്ധങ്ങൾ, സംസാരങ്ങൾ, ഓർമ്മകൾ, ദുഃഖം, ഭയം, പ്രതീക്ഷകൾ, ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം പോലെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുന്നോട്ടു പോകണം എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അതേ നിമിഷം തന്നെ ഭൂതകാലത്തിന്റെ ചങ്ങലകളെ നമ്മൾ കൂടുതൽ മുറുക്കിപ്പിടിക്കുന്നു. എന്നിട്ട് ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ലെന്ന് പരാതിപ്പെടുകയും ചെയ്യുന്നു. ഗൗതമ ബുദ്ധൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്: വിട്ടുകൊടുക്കുക, എല്ലാം താനേ ശരിയാകും. ആദ്യമായി കേൾക്കുമ്പോൾ ഈ വാചകം വളരെ ലളിതമായി തോന്നാം. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ രഹസ്യമായി മാറുന്നു. ബുദ്ധൻ പറയുന്ന ഈ വിട്ടുകൊടുക്കൽ എന്നത് പുറമേയുള്ള വസ്തുക്കളെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആ മുറുകെപ്പിടുത്തത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഭയത്തെയും എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ എന്ന ഭാവത്തെയും വിട്ടൊഴിയുന്നതിനെക്കുറിച്ചാണത്. മനഃശാസ്ത്രം പറയുന്നത് മനസ്സ് എപ്പോഴും എല്ലാറ്റിനെയും തന്റെ നിയന്ത്രണത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. അനിശ്ചിതത്വത്തെ മനസ്സിനിഷ്ടമല്ല. അതുകൊണ്ട് ആളുകളെയും സാഹചര്യങ്ങളെയും ഭാവിയെയും എല്ലാം തനിക്കനുസരിച്ച് മാറ്റാൻ അത് ശ്രമിക്കുന്നു. കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ നമ്മൾ തകർന്നുപോകുന്നു, ദുഃഖിതരാകുന്നു. നമ്മൾ നമ്മുടെ തന്നെ ചിന്തകളുടെ വലയിൽ കുടുങ്ങുന്നു. എന്നാൽ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ഈ ശ്രമമാണ് ദുഃഖത്തിന്റെ അടിസ്ഥാനമെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ എന്തിനെയെങ്കിലും വിട്ടൊഴിയുമ്പോൾ ഉള്ളിൽ ആഴമേറിയ ഒരു ശാന്തി ജനിക്കുന്നു. കാരണം അപ്പോൾ നിങ്ങൾ ജീവിതത്തിന്റെ ഒഴുക്കിനൊപ്പം നീങ്ങാൻ തുടങ്ങുന്നു, അതിനെതിരെയല്ല. ഇന്നത്തെ ലോകത്ത് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് വിജയം വേണം, മറ്റൊരാൾക്ക് സ്നേഹം വേണം, വേറൊരാൾക്ക് അംഗീകാരം വേണം. എന്തിനെയെങ്കിലും നേടിയെടുക്കുന്നതിലൂടെ താൻ പൂർണ്ണനാകുമെന്ന് എല്ലാവരും കരുതുന്നു. എന്നാൽ സത്യത്തിൽ നമ്മൾ എത്രത്തോളം നേടിയെടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മളെത്തന്നെ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ സമാധാനവും വർത്തമാനകാലവും ലാളിത്യവുമെല്ലാം. ഇതിനെയാണ് ആസക്തിയുടെ കെണി എന്ന് വിളിക്കുന്നത്. ഇവിടെ മനുഷ്യൻ വസ്തുക്കളോടും ആളുകളോടും സ്വന്തം പ്രതീക്ഷകളോടും അമിതമായി ഒട്ടിനിൽക്കുന്നത് കാരണം അവനവനെത്തന്നെ നഷ്ടമാകുന്നു. ഈ ഘട്ടത്തിലാണ് ബുദ്ധന്റെ വിട്ടൊഴിയുക എന്ന പാഠം ഒരു ഔഷധമായി മാറുന്നത്. വിട്ടുകൊടുക്കാനുള്ള കല പഠിച്ചവൻ ജീവിതം ജീവിക്കാനുള്ള കലയും പഠിച്ചുവെന്ന് ബുദ്ധൻ പറഞ്ഞു. കാരണം നിങ്ങൾ ഒന്നിനെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, പകരം ശാന്തിക്കും സ്നേഹത്തിനും അറിവിനും വസിക്കാനുള്ള ഇടം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തുറന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നദീതീരത്ത് നിൽക്കുന്ന ഒരാളെ സങ്കൽപ്പിക്കുക. അയാൾ നദിയിലേക്ക് ഒരു മരക്കഷ്ണം എറിയുന്നു. ആ മരക്കഷ്ണം പതുക്കെ വെള്ളത്തോടൊപ്പം ഒഴുകാൻ തുടങ്ങുന്നു. അത് ഒന്നിനെയും എതിർക്കുന്നില്ല, ബലം പ്രയോഗിക്കുന്നില്ല, വെറുതെ ഒഴുകുന്നു. ഇതാണ് ബുദ്ധൻ പറഞ്ഞ വിട്ടൊഴിയൽ. ജീവിതത്തിന്റെ ഒഴുക്കിൽ വിശ്വസിക്കാൻ പഠിക്കുമ്പോൾ എല്ലാം താനേ ശരിയായ സ്ഥാനത്ത് എത്തിച്ചേരും. എന്നാൽ ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. വിട്ടൊഴിയുക എന്നാൽ ഒളിച്ചോടുക എന്നോ തോൽവി സമ്മതിക്കുക എന്നോ അർത്ഥമില്ല. ബുദ്ധന്റെ വിട്ടൊഴിയൽ ഒരു പലായനമല്ല, മറിച്ച് അതൊരു ആഴമേറിയ അംഗീകരിക്കലാണ്. എനിക്കൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നതിന് പകരമായി എല്ലാം താൽക്കാലികമാണ്, ആ താൽക്കാലികമായ ഒന്നിനെയും എനിക്ക് മുറുകെ പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നതാണത്. മനഃശാസ്ത്രത്തിലും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഒരു വികാരത്തെ അടിച്ചമർത്താതെ അതിനെ ഉള്ളതുപോലെ അംഗീകരിക്കുമ്പോൾ ആ വികാരം പതുക്കെ താനേ ഇല്ലാതാകും. ദുഃഖവും ദേഷ്യവും ഭയവുമെല്ലാം നിലനിൽക്കുന്നത് നമ്മൾ അവയെ വിടാതെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കൈവെള്ളയിൽ ഒരു കനൽക്കട്ട മുറുകെ പിടിച്ച് മറ്റൊരാളെ പൊള്ളിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണത്. എന്നാൽ അതാദ്യം പൊള്ളിക്കുന്നത് ആ കനൽ കൈയിൽ പിടിച്ചിരിക്കുന്നവനെ തന്നെയാണ്. ഗൗതമ ബുദ്ധൻ അരുളി ചെയ്തിട്ടുണ്ട്, ക്രോധത്തെ മുറുകെ പിടിക്കുന്നത് മറ്റൊരാൾ മരിക്കുമെന്ന് കരുതി വിഷം കുടിക്കുന്നതിന് തുല്യമാണെന്ന്. ഈ സത്യം ഓരോ വികാരത്തിനും ആസക്തിക്കും പ്രതീക്ഷയ്ക്കും ബാധകമാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ എത്രയോ കാര്യങ്ങളാണ് കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ബന്ധങ്ങളിലെ വേദനകൾ, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ, സ്വന്തം പരാജയങ്ങൾ. എന്നിട്ട് ജീവിതത്തിന് ഭാരം കുറയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ സാധ്യമാകും? നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളെ വിട്ടൊഴിയാതെ എത്ര ശ്രമിച്ചാലും നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയില്ല. വിട്ടൊഴിയുക എന്നാൽ മനസ്സിനെ ശൂന്യമാക്കുക എന്നാണ് അർത്ഥം. ശൂന്യമായ മനസ്സിലാണ് അറിവ് മുളപൊട്ടുന്നത്. നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് പുതിയതായി ഒന്നും ഒഴിക്കാൻ കഴിയില്ലെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദുഃഖവും ചിന്തകളും ഭയവും കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുമ്പോൾ പുതിയ അനുഭവങ്ങൾക്കോ സന്തോഷത്തിനോ ഉണർവിനോ അവിടെ ഇടമുണ്ടാകില്ല. ആലോചിച്ചു നോക്കൂ, ജീവിതത്തിൽ എല്ലാറ്റിനെയും മുറുകെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അതോ എപ്പോൾ വിട്ടുകൊടുക്കണം എന്ന് പഠിക്കുകയാണോ വേണ്ടത്? ഓരോ മനുഷ്യനും എന്തിന്റെയൊക്കെയോ പിന്നാലെ ഓടുകയാണ്. ചിലർ ബന്ധങ്ങളിൽ സമാധാനം തിരയുന്നു, ചിലർ പണത്തിലും പ്രശസ്തിയിലും. എന്നാൽ അതെല്ലാം നേടിയാലും ഉള്ളിലെ ശൂന്യത ബാക്കിയുണ്ടാകും. കാരണം യഥാർത്ഥ സമാധാനം എന്തിനെയെങ്കിലും നേടിയെടുക്കുന്നതിലല്ല, മറിച്ച് വിട്ടൊഴിയുന്നതിലാണ്. എന്തിനെയൊക്കെയോ നേടിയെടുക്കാനുള്ള ആ ഓട്ടം നിങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നതെല്ലാം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയും.
നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സുഖപ്പെടലുണ്ടാകുന്നതെന്ന് മനഃശാസ്ത്രവും പറയുന്നു. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ആളുകളെയും നിയന്ത്രിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മൾ സമ്മർദ്ദത്തിലാകും. എന്നാൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കാൻ പഠിക്കുമ്പോൾ ഉള്ളിൽ അത്ഭുതകരമായ ശാന്തി നിറയും. ജീവിതത്തോടുള്ള പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ ജീവിതം നിങ്ങളോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങുമെന്ന് ഗൗതമബുദ്ധൻ പഠിപ്പിച്ചു. ഈ സന്ദേശമാണ് ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ ആധാരം. ഇതൊരു വെറും ചിന്തയല്ല, മറിച്ച് ജീവിതം നയിക്കേണ്ട ദിശയാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്വതന്ത്രനാക്കുമ്പോൾ ജീവിതം നിങ്ങളെ ചേർത്തുപിടിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് സത്യമായും മുന്നോട്ടു പോകണോ? എങ്കിൽ ആദ്യത്തെ ചുവട് വിട്ടുകൊടുക്കുക എന്നതാണ്. വിട്ടൊഴിയാൻ പഠിക്കുന്ന ദിവസം നിങ്ങൾ ജീവിക്കാൻ പഠിക്കുന്നു. നമ്മൾ ജീവിതത്തെ ഗൗരവമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും, നമ്മുടെ ഓരോ ദുഃഖവും പ്രയാസവും ഏതോ ഒരു മുറുകെ പിടുത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മളൊരു വ്യക്തിയെയോ ചിന്തയെയോ പ്രതീക്ഷയെയോ ഭയത്തെയോ വിടാതെ പിടിച്ചിരിക്കുന്നു. പതുക്കെ ആ പീട്ടി നമ്മുടെ ചങ്ങലയായി മാറുന്നു. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ലെന്ന് ബുദ്ധൻ പറഞ്ഞു. ഈ സത്യം മനസ്സിലാക്കുന്നവൻ ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. എന്നാൽ നമ്മൾ ശാശ്വതമായ ഒന്നന്വേഷിച്ച് നടക്കുകയാണ്. ഒരാൾ നമ്മളെ എപ്പോഴും സ്നേഹിച്ചാൽ, പണം എപ്പോഴും കൂടെയുണ്ടായാൽ, ആളുകൾ എപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടാൽ നമ്മൾ സന്തോഷവാനായിരിക്കും എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ മാറ്റമാണ് ജീവിതത്തിന്റെ നിയമം. ഇവിടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ബന്ധവും വികാരവും സാഹചര്യവും മാറുന്നു. മനസ്സ് എപ്പോഴും ശാശ്വതമായ ഒരു ഭ്രമത്തിൽ അകപ്പെട്ടുപോകുന്നുവെന്ന് മനഃശാസ്ത്രം പറയുന്നു. അതായത് ഇപ്പോഴുള്ളത് എന്നും നിലനിൽക്കുമെന്ന് മനസ്സ് തെറ്റായി വിചാരിക്കുന്നു. അത് സംഭവിക്കാതെ വരുമ്പോൾ ഉള്ളിൽ വലിയ തകർച്ചയുണ്ടാകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ചോദ്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതല്ല, മറിച്ച് നമ്മൾ എന്തിനാണ് ഇത്രയധികം ആസക്തി വെച്ചു പുലർത്തിയത് എന്നതാണ്. കാര്യങ്ങൾ മാറുന്നതുകൊണ്ടല്ല നമുക്ക് ദുഃഖമുണ്ടാകുന്നത് എന്ന് ബുദ്ധൻ പറഞ്ഞു. കാര്യങ്ങൾ മാറരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. ഇതാണ് യഥാർത്ഥ തടവറ. ഇത് സാഹചര്യങ്ങളുടെ തടവറയല്ല, മറിച്ച് നമ്മുടെ പ്രതീക്ഷകളുടെ തടവറയാണ്. ഒരു ബന്ധം തകരുമ്പോൾ നമ്മൾ പറയും, അയാൾ മാറിപ്പോയി എന്ന്. എന്നാൽ സത്യമെന്തെന്നാൽ ജീവിതം തന്നെ മാറ്റമാണ്. ഓരോ പ്രഭാതവും പുതിയതാണ്, ഓരോ സന്ധിയും വ്യത്യസ്തമാണ്, ഓരോ ചിന്തയും പുതിയതാണ്, ഓരോ അനുഭവവും താൽക്കാലികമാണ്. ഈ നൈമിഷികതയെ മനസ്സിലാക്കുന്നവൻ വിട്ടൊഴിയാൻ പഠിക്കുന്നു. വിട്ടൊഴിയാൻ പഠിച്ചവൻ മുന്നോട്ടുള്ള വഴി കണ്ടെത്തുന്നു. എന്നാൽ വിട്ടൊഴിയുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം ഉപേക്ഷിക്കുന്നതിനു മുൻപ് മനസ്സിന് ഒരു ശൂന്യത അനുഭവപ്പെടും. മനഃശാസ്ത്രം പറയുന്നത് മനസ്സിന് ഈ ശൂന്യതയെ പേടിയാണെന്നാണ്. അതിന് എപ്പോഴും എന്തെങ്കിലും ഒന്നു വേണം. ഒന്നുകിൽ ആരുടെയെങ്കിലും സഹായം, അല്ലെങ്കിൽ ഏതോ പ്രതീക്ഷകളുടെ സ്വപ്നം. എന്നാൽ എന്നാണോ നീ ആ ശൂന്യതയിൽ ഇരിക്കാൻ പഠിക്കുന്നത്, അന്ന് നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകും എന്ന് ബുദ്ധൻ പറയുന്നു. കാരണം ആ ശൂന്യതയാണ് നിന്റെ സത്യം. ഓരോ പേരിനും പദവിക്കും അപ്പുറത്തുള്ള നിന്റെ യഥാർത്ഥ സ്വത്വമാണത്. നമ്മൾ ഓരോരോ വേഷങ്ങൾ സ്വയം കെട്ടിയാടുന്നു. ഞാൻ ഒരു നല്ല മനുഷ്യനാണ്, ഞാൻ വിജയിയാണ്, ഞാൻ പരാജയപ്പെട്ടവനാണ്, ഞാൻ ആരുടെയോ മകനാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്. ഈ വേഷങ്ങൾക്ക് ഇളക്കം തട്ടുമ്പോൾ ഉള്ളിൽ കൊടുങ്കാറ്റ് വീശുന്നു. കാരണം നമ്മൾ ഈ വേഷങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇതിനെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേവലം ഒരു സാക്ഷി മാത്രമാണ്. ഈ സാക്ഷിഭാവത്തിൽ നിന്നാണ് ബുദ്ധൻ ധ്യാനത്തിന്റെ വഴി തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, സാക്ഷിയാവുക, നോക്കുക, പക്ഷേ ഒന്നിനെയും മുറുകെ പിടിക്കരുത്. ഇതിനെയാണ് അവബോധത്തോടെയുള്ള വിട്ടുനിൽക്കൽ എന്ന് മനഃശാസ്ത്രം വിളിക്കുന്നത്. അവിടെ നീ നിന്റെ ചിന്തകളെയും വികാരങ്ങളെയും കാണുന്നു, പക്ഷേ അവയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. നിനക്ക് നിന്റെ ദേഷ്യത്തെയും ദുഃഖത്തെയും നിരീക്ഷിക്കാൻ കഴിയും, എന്നാൽ അത് ഞാനല്ല എന്ന് നീ തിരിച്ചറിയണം. അത് നിന്റെ ഉള്ളിലുയരുന്ന ഒരു തിരമാല മാത്രമാണ്. ആലോചിച്ചു നോക്കൂ, നീ ഒരു കടലാണെന്നും നിന്റെ ഉള്ളിൽ തിരമാലകൾ ഉയരുന്നുവെന്നും കരുതുക. ഓരോ തിരമാലയെയും കണ്ട് നീ ഭയപ്പെടുമോ? ഇല്ല. തിരമാല വരും, അത് പോകുമെന്ന് നിനക്കറിയാം. നീ അവിടെ തന്നെ ഉണ്ടാകും, ശാന്തനായി, സ്ഥിരതയോടെ, ആഴത്തിൽ. മനസ്സൊരു കടൽ പോലെയാണെന്നും ചിന്തകൾ അതിലെ തിരമാലകളാണെന്നും ബുദ്ധൻ പറഞ്ഞു. തിരമാലകളെ ഭയപ്പെടാത്തവൻ ആഴങ്ങളിൽ മുങ്ങി മുത്തുകൾ കണ്ടെത്തുന്നു. എന്നാൽ നമ്മുടെ സമൂഹം നമ്മെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പഠിപ്പിക്കുന്നില്ല. ദുഃഖത്തിൽ നിന്ന് ഓടിയൊളിക്കാനും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഉടനെ സുഖപ്പെടാനുമാണ് അത് പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. ഒരു വികാരത്തിൽ നിന്ന് നമ്മൾ ഓടിയൊളിക്കുമ്പോൾ അത് കൂടുതൽ ആഴമുള്ളതായി മാറുമെന്ന് മനഃശാസ്ത്രം വെളിപ്പെടുത്തുന്നു. എന്നാൽ അതിനെ നേരിടാൻ നമ്മൾ ധൈര്യം കാണിക്കുമ്പോൾ അത് പതുക്കെ അതിന്റെ ശക്തി നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് സത്യത്തെ നേരിടാൻ ബുദ്ധൻ ആവശ്യപ്പെട്ടത്. ഉള്ളിലേക്ക് നോക്കുക, ദുഃഖത്തിൽ നിന്ന് ഓടരുത്, അതിനെ മനസ്സിലാക്കുക. കാരണം നീ മനസ്സിലാക്കുമ്പോഴാണ് നിനക്ക് വിട്ടൊഴിയാൻ കഴിയുന്നത്. നീ വിട്ടൊഴിയുമ്പോഴാണ് നീ സ്വതന്ത്രനാകുന്നത്. വിട്ടൊഴിയുക എന്നത് ഒരു പ്രക്രിയയാണ്, അത് പെട്ടെന്ന് സംഭവിക്കില്ല.
ആദ്യം നിന്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് നീ നോക്കണം. ദേഷ്യം, അസൂയ, പേടി, മോഹം. പിന്നെ നീ അതിനെ അംഗീകരിക്കണം. അപ്പോൾ പതുക്കെ ആ ഭാരം കുറഞ്ഞു തുടങ്ങും. സാക്ഷിഭാവം, അംഗീകരിക്കൽ, മോചനം, ഇതാണ് ബുദ്ധന്റെ മാർഗം. ഓരോ പ്രഭാതത്തിലും നമ്മുടെ മനസ്സിനെ അല്പം ശൂന്യമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം എത്രത്തോളം ലഘുവാകും. ധ്യാനത്തിന്റെ ആ നിമിഷങ്ങളിൽ നിനക്ക് നിന്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാം. അവിടെ വെച്ച് നിനക്ക് നിന്റെ ഉള്ളോട് പറയാം, എന്റേതല്ലാത്ത എല്ലാറ്റിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ചിന്തകളെ മുറുകെ പിടിക്കാതിരിക്കാൻ ഇത് മനസ്സിനെ വീണ്ടും പരിശീലിപ്പിക്കുന്നു. നമ്മൾ വിട്ടൊഴിയുമ്പോൾ വസ്തുക്കളെ മാത്രമല്ല ഉപേക്ഷിക്കുന്നത്, മറിച്ച് വർഷങ്ങളായി നമ്മെ തളച്ചിട്ടിരുന്ന വേദനയെയും സമ്മർദ്ദത്തെയും അനാവശ്യമായ പോരാട്ടങ്ങളെയുമാണ്. ഗൗതമബുദ്ധന്റെ ജീവിതം തന്നെ ഈ സത്യത്തിന്റെ ഉദാഹരണമാണ്. അദ്ദേഹം കൊട്ടാരവും കുടുംബവും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചത് ഒളിച്ചോടാനല്ല, മറിച്ച് അന്വേഷിക്കാനാണ്. താൻ പുറത്ത് തിരയുന്നതെല്ലാം തന്റെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതാണ് ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പരിഹാരങ്ങൾ തിരയുന്നത് പുസ്തകങ്ങളിലും ആളുകളിലും ബന്ധങ്ങളിലുമാണ്. എന്നാൽ യഥാർത്ഥ ഉത്തരം വരുന്നത് ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കുമ്പോഴാണ്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, വിട്ടൊഴിയുക എന്നാൽ ജീവിതത്തെ അതിന്റെ അടിസ്ഥാന രൂപത്തിൽ സ്വീകരിക്കുക എന്നതാണെന്ന്. ബുദ്ധൻ അരുളി ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിനെ പോകാൻ അനുവദിക്കുക. കാരണം അത് നിങ്ങളുടേതായിരുന്നുവെങ്കിൽ നിങ്ങളെ വിട്ടുപോകുമായിരുന്നില്ല. ഈ വാചകത്തിൽ എത്രത്തോളം സമാധാനമുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ബന്ധം വേർപിരിയുകയാണോ? അതിനെ പോകാൻ അനുവദിക്കൂ. ഒരു അവസരം നഷ്ടപ്പെട്ടോ? സാരമില്ല. ആരെങ്കിലും ചതിച്ചോ? വിട്ടുകളയൂ. കാരണം സത്യമായത് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചു പോകില്ല. നൈമിഷികമായ കാര്യങ്ങളെ ശാശ്വതമെന്ന് നമ്മൾ തെറ്റായി കരുതുമ്പോഴാണ് ദുഃഖം ജനിക്കുന്നതെന്ന് മനഃശാസ്ത്രവും പറയുന്നു. ജീവിതത്തെ മുറുകെ പിടിക്കാനല്ല, മറിച്ച് അനുഭവിക്കാനാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. ഓരോ നിമിഷത്തെയും അതിന്റെ പൂർണ്ണതയിൽ അംഗീകരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ജീവിതം സാധ്യമാകൂ. ചിലപ്പോഴൊക്കെ വിട്ടൊഴിയുക എന്നത് പ്രയാസകരമായി തോന്നും. ഞാനിതിനെ ഉപേക്ഷിച്ചാൽ പിന്നെ എന്റെ പക്കൽ എന്തുണ്ടാകും എന്ന് മനസ്സ് ചോദിക്കും. എന്നാൽ സത്യത്തിൽ വിട്ടൊഴിയലിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. നിങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒന്നും കവർന്നെടുക്കുന്നില്ല, പകരം നിങ്ങളെ ലഘുവാക്കുകയാണ് ചെയ്യുന്നത്. മഴ പെയ്തൊഴിഞ്ഞ മേഘങ്ങൾ ശൂന്യമായി നീലാകാശത്തിന് വഴിമാറിക്കൊടുക്കുന്നതുപോലെ നിങ്ങളുടെ അമിത പ്രതീക്ഷകളും ദേഷ്യവും ഭയവും വിട്ടൊഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആകാശം തെളിമയുള്ളതാകുന്നു. അപ്പോൾ നിബന്ധനകളില്ലാതെ ജീവിതത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. വിട്ടൊഴിയൽ അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതെങ്ങനെ സാധ്യമാകും? ഇതൊരു ചോദ്യമായി എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഒരു ബന്ധത്തെയോ ഓർമ്മയെയോ ശീലത്തെയോ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ മനസ്സ് അതിന് തയ്യാറാകില്ല. വിട്ടൊഴിയുക എന്നത് പെട്ടെന്നുള്ള ഒരു തീരുമാനമല്ല, മറിച്ച് അതൊരു നിരന്തരമായ പരിശീലനമാണെന്ന് ബുദ്ധന്റെ മാർഗം പറഞ്ഞുതരുന്നു. ജാഗ്രതയിൽ നിന്നാണ് വിട്ടൊഴിയൽ ആരംഭിക്കുന്നത്. ഏതെങ്കിലും ഒരു ചിന്തയിലോ ഭയത്തിലോ വ്യക്തിയിലോ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത് സ്വയം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ മാറ്റം ആരംഭിക്കുന്നു. തിരിച്ചറിവാണ് മോചനത്തിന്റെ തുടക്കമെന്ന് ബുദ്ധൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യത്തെ ചുവട് ഇതാണ്: നിങ്ങൾ എന്തിനെയാണ് വിട്ടുപിടിക്കാതെ ഇരിക്കുന്നത് എന്ന് നോക്കുക. ചിലപ്പോൾ അത് പുറമേയുള്ള ഒന്നായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ചില സങ്കല്പങ്ങളായിരിക്കും. ഞാൻ ഇങ്ങനെയാകണം, ആളുകൾ എന്നെ ഇങ്ങനെ കാണണം, എനിക്കെപ്പോഴും നീതി ലഭിക്കണം തുടങ്ങിയവയും ഒരുതരം മുറുകെപ്പിടുത്തങ്ങളാണ്. ഇവ തകരുമ്പോൾ ഉള്ളിൽ വേദനയുണ്ടാകും. എന്നാൽ ആ വേദനയാണ് യഥാർത്ഥത്തിൽ മോചനത്തിലേക്കുള്ള വാതിൽ. സ്വന്തം ചിന്തകളെ ഒരു കാഴ്ചക്കാരനെപ്പോലെ നോക്കി നിൽക്കുന്നതിനെ മനഃശാസ്ത്രം അവബോധപരമായ തിരിച്ചറിവ് എന്ന് വിളിക്കുന്നു. ബുദ്ധൻ പറഞ്ഞ സാക്ഷിഭാവവും ഇതുതന്നെയാണ്. നിരീക്ഷിക്കുന്നവൻ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ. ഓരോ വികാരത്തെയും ചിന്തയെയും എതിർക്കാതെയും അടിച്ചമർത്താതെയും വെറുതെ നോക്കി നിൽക്കാൻ പഠിക്കുമ്പോൾ മനസ്സ് ഭാരമില്ലാത്തതാകും. നിങ്ങളിപ്പോൾ ചിന്തകൾക്കുള്ളിലല്ല, അതിനു മുകളിലാണ്. രണ്ടാമത്തെ ചുവട് അംഗീകരിക്കലാണ്. നിങ്ങൾക്ക് സംഭവിച്ച തെറ്റിദ്ധാരണകൾ, വേദനകൾ, പരാജയങ്ങൾ അല്ലെങ്കിൽ ചതി, മൈനസ് ഇവയെല്ലാം ഉള്ളതുപോലെ അംഗീകരിക്കുക. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയരുത്. കാരണം സംഭവിച്ചത് മാത്രമേ സംഭവിക്കുമായിരുന്നുള്ളൂ. ഓരോ അനുഭവവും നിങ്ങളെ എന്തോ ഒന്ന് പഠിപ്പിക്കാൻ വന്നതാണ്. യാഥാർത്ഥ്യത്തോട് പോരാടുമ്പോൾ വേദന വർദ്ധിക്കുകയേ ഉള്ളൂവെന്ന് മനഃശാസ്ത്രം പറയുന്നു. എന്നാൽ അതിനെ അംഗീകരിക്കുമ്പോൾ പോരാട്ടത്തിനായി ചെലവാക്കിയിരുന്ന ഊർജം ഇപ്പോൾ സുഖപ്പെടാനായി ഉപയോഗിക്കപ്പെടുന്നു. ദുഃഖത്തിന് കാരണം സാഹചര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടാണെന്ന് ബുദ്ധൻ പറഞ്ഞു. നിങ്ങൾ കാര്യങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നില്ല, പകരം നിങ്ങൾ മാറുന്നു. ഈ മാറ്റമാണ് വിട്ടൊഴിയലിന്റെ സാരം. മൂന്നാമത്തെ ചുവട് വർത്തമാനകാലത്തേക്ക് മടങ്ങുക എന്നതാണ്. ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുകയോ ഭാവിയെ ഭയപ്പെടുകയോ ചെയ്യുമ്പോൾ വിട്ടൊഴിയൽ അസാധ്യമാണ്. വർത്തമാനകാലം മാത്രമാണ് ഏക യാഥാർത്ഥ്യമെന്ന് ബുദ്ധൻ പറയുന്നു. ഓരോ പ്രഭാതത്തിൽ ഉണരുമ്പോൾ അല്പനേരം ശാന്തമായിരിക്കുക. ആഴത്തിൽ ശ്വാസമെടുത്ത് സ്വയം പറയുക, കഴിഞ്ഞുപോയത് പോയിക്കഴിഞ്ഞു, വരാനുള്ളത് അതിന്റെ സമയത്ത് വരും. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് എന്റെ ധർമ്മം. ഇതൊരു സാധാരണ വാചകമല്ല,
മനസ്സിനെ വീണ്ടും പരിശീലിപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ ജാഗ്രതയോടെയുള്ള പരിശീലനം എന്ന് വിളിക്കുന്നത്. ഓരോ ദിവസവും ഏതാനും മിനിറ്റുകൾ ബോധപൂർവം ശ്വസിക്കുന്ന ഒരാൾക്ക് മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവയിൽ നിന്ന് മുക്തി നേടാനാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മനസ്സിന്റെ ഭൂരിഭാഗം കഷ്ടപ്പാടുകളും കേവലം സങ്കല്പങ്ങൾ മാത്രമാണ്. ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ളവ, അല്ലെങ്കിൽ വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ളവ. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഈ നിമിഷം നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളതിനുമെല്ലാം ശുഭമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. 4-ാമത്തെ ചുവട് കൃതജ്ഞതയും കരുണയുമാണ്. എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കാനുള്ള താക്കോലാണ് കരുണയെന്ന് ബുദ്ധൻ പറയുന്നു. നിങ്ങൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളെത്തന്നെയാണ് തടവിലാക്കുന്നത്. എന്നാൽ മറ്റൊരാൾക്ക് മാപ്പ് നൽകുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെത്തന്നെ സ്വതന്ത്രനാക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ഷമ മറ്റൊരാൾക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിനു വേണ്ടിയുള്ളതാണ്. ക്ഷമിക്കുന്നതുവഴി ശരീരത്തിലെ സമ്മർദ്ദങ്ങൾ കുറയുമെന്നും ഉറക്കം മെച്ചപ്പെടുമെന്നും മസ്തിഷ്കം കൂടുതൽ ശാന്തമാകുമെന്നും മനഃശാസ്ത്രം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ ശരിയായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ സമാധാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് മാപ്പ് നൽകാൻ പഠിക്കുക. നിങ്ങളെ പലതും പഠിപ്പിച്ചവരോടും നിങ്ങളെ ശക്തനാക്കിയ വേദനകളോടും ഉള്ളിൽ തുടിക്കുന്ന ഈ ജീവനോടും ഓരോ ദിവസവും നന്ദിയുള്ളവരായിരിക്കുക. കാരണം വിട്ടൊഴിയാനുള്ള ഏറ്റവും മനോഹരമായ വഴി കൃതജ്ഞതയാണ്. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കുറവുകളിൽ നിന്ന് മാറി സമൃദ്ധിയിലേക്ക് എത്തുകയും ജീവിതത്തിന്റെ ഒഴുക്ക് തന്നെ മാറിപ്പോകുകയും ചെയ്യുന്നു. 5-ാമത്തെ ചുവട് ധ്യാനവും മൗനവുമാണ്. വിട്ടൊഴിയുക എന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് മനസ്സിനപ്പുറത്തുള്ള ഒന്നാണ്. നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ചിന്തകളുടെ തിരക്ക് പതുക്കെ ശാന്തമാകാൻ തുടങ്ങും. നിങ്ങളെ അലട്ടിയിരുന്ന ചിന്തകൾ ദൂരെക്കൂടി കടന്നുപോകുന്ന മേഘങ്ങളെപ്പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. ധ്യാനം എന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ഏതാനും മിനിറ്റുകൾ വാക്കുകളോ സംഗീതമോ പ്രതീക്ഷകളോ ഇല്ലാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിരിക്കുക. തുടക്കത്തിൽ അല്പം അസ്വസ്ഥത തോന്നുമെങ്കിലും പതുക്കെ ഒരു ആഴം നിങ്ങൾക്ക് അനുഭവപ്പെടും. അവിടെ ഒന്നിനെയും വിട്ടൊഴിയേണ്ടി വരുന്നില്ല, കാരണം എല്ലാം താനെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കും. ഈ അവസ്ഥയെയാണ് ഒരാൾ തന്നോട് തന്നെ പൂർണ്ണമായി ബന്ധിക്കപ്പെടുന്ന അവബോധാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഞാൻ എന്റെ ചിന്തകളല്ല, മറിച്ച് ചിന്തകളെ നിരീക്ഷിക്കുന്നവനാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവ് ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ വിട്ടൊഴിയുക എന്നത് ഒരു പരിശീലനമല്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവമായി തന്നെ മാറുന്നു. ജീവിതത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ ഈ 5 ചുവടുകൾ നിങ്ങൾക്കുള്ള മാർഗദർശനമാണ്. നിങ്ങൾ എന്തിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. സംഭവിച്ച കാര്യങ്ങളെ ഉള്ളതുപോലെ അംഗീകരിക്കുക. ജീവിതം നിലനിൽക്കുന്ന ഈ നിമിഷത്തിലേക്ക് മടങ്ങിയെത്തുക. ലഭിച്ച കാര്യങ്ങളിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുക. ഉള്ളിലെ സമാധാനം ഉണർത്താൻ ധ്യാനിക്കുക. ഈ 5 ചുവടുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതം താനേ മാറിത്തുടങ്ങും, യാതൊരു പോരാട്ടവും കൂടാതെ തന്നെ. കാരണം നിങ്ങൾ വിട്ടൊഴിയാൻ പഠിക്കുമ്പോൾ ജീവിതം സ്വയം സന്തുലിതമാകാൻ തുടങ്ങുന്നു. ഒഴുക്കിനൊപ്പം നീങ്ങാൻ പഠിച്ചാൽ നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ ജീവിതം നിങ്ങളെ എത്തിക്കുമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. നിങ്ങളൊന്നും നേടിയെടുക്കേണ്ടതില്ല, തടസ്സങ്ങൾ നീക്കിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം താനേ ശരിയാകും. വിട്ടൊഴിയുന്നവനാണ് എല്ലാം ലഭിക്കുന്നത് എന്ന് ബുദ്ധൻ പറയുന്നു. ഇതൊരു സാധാരണ വാചകമല്ല, മറിച്ച് ജീവിതരഹസ്യമാണ്. നിങ്ങൾ ഒന്നിനെ വിട്ടൊഴിയുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്വതന്ത്രനാകുകയാണ്. വിട്ടൊഴിയുക എന്നാൽ ഒളിച്ചോടുക എന്നല്ല, മറിച്ച് ജീവിതത്തിന്റെ ഒഴുക്കിന് സ്വയം വിട്ടുകൊടുക്കുക എന്നാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒഴുകുന്ന നദി ഒരിക്കലും ഒരു കല്ലിനോടും കലഹിക്കുന്നില്ല. അത് ആ കല്ലിന് ചുറ്റിലൂടെ ഒഴുകിപ്പോകുന്നു. അതുതന്നെയാണ് അതിന്റെ ശക്തിയും. ആ ഒഴുക്കിൽ അത് എല്ലാ തടസ്സങ്ങളെയും മറികടക്കുന്നു. അതുപോലെ ജീവിതത്തിന്റെ ഒഴുക്കിനൊപ്പം നീങ്ങാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ പ്രയാസവും വേദനയും പരാജയവും നിങ്ങളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ചെളിയിൽ കിടന്നാണെങ്കിലും താമരപ്പൂവ് വിരിയുന്നതുപോലെ ജാഗ്രതയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിലെ നൂലാമാലകൾക്കിടയിലും സമാധാനം കണ്ടെത്താൻ കഴിയുമെന്ന് ബുദ്ധൻ അരുളി ചെയ്തിട്ടുണ്ട്. സമാധാനം ഒരിക്കലും പുറത്ത് ലഭിക്കില്ലെന്നോർക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചിന്തകളുടെയും ആശങ്കകളുടെയും പാളികൾക്കിടയിൽ അത് അമർന്നുപോയിരിക്കുന്നു. എപ്പോൾ നിങ്ങൾ വിട്ടൊഴിയാൻ പഠിക്കുന്നുവോ അപ്പോൾ ഈ പാളികൾ നീങ്ങാൻ തുടങ്ങുകയും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ സ്വത്വം പ്രകാശിക്കുകയും ചെയ്യും. ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാനുള്ള താക്കോൽ വിട്ടൊഴിയുക എന്നതാണെന്ന് മനഃശാസ്ത്രവും പറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ വേദനകളും പ്രതീക്ഷകളും നിയന്ത്രണങ്ങളും ഉപേക്ഷിക്കുമ്പോൾ ഉള്ളിലെ ഊർജ്ജം വീണ്ടും പ്രവഹിക്കാൻ തുടങ്ങുകയും അത് നിങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ അതൊരു യാദൃച്ഛികമല്ല. വിട്ടൊഴിയാനുള്ള സമയമായി എന്ന് ജീവിതം നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാവാം. നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നവയെ വിട്ടയക്കുക. നിങ്ങളെ തടഞ്ഞു നിർത്തുന്നവയെ ഉപേക്ഷിക്കുക. നിങ്ങളെ ഉള്ളിൽ നിന്ന് തളർത്തുന്നവയെ ഒഴുക്കിക്കളയുക.
നിങ്ങൾ വിട്ടൊഴിയുന്ന നിമിഷം ജീവിതം നിങ്ങളെ ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കി സ്വയം ചോദിക്കുക, ഇനി ഒന്നിനെയും നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു മറുപടി വരും, എല്ലാം ശരിയാകും. ആ വിശ്വാസമാണ് നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ വിളി. നിങ്ങളുടെ ധർമ്മം ശാന്തമായിരിക്കുക എന്നത് മാത്രമാണെന്നും എന്ത് നിലനിൽക്കണം എന്തു പോകണം എന്ന് ജീവിതം തന്നെ തീരുമാനിക്കുമെന്നും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ജീവിതത്തോടുള്ള പോരാട്ടം അവസാനിപ്പിക്കുക. അതിന്റെ ഒഴുക്കിനൊപ്പം നടക്കുക. എവിടെ പോയാലും കരുണയും ജാഗ്രതയും പുഞ്ചിരിയും കൂടെ കരുതുക. കാരണം വിട്ടൊഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ എല്ലാം ലഭിക്കുന്നത്: സ്വാതന്ത്ര്യവും സ്നേഹവും സമാധാനവും. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, ഇത് നിങ്ങളുടെ ഉള്ളിലെ സത്യത്തെ ഉണർത്തുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ആത്മാവിനുള്ള മറുപടിയാണ്. സുഹൃത്തുക്കളെ, ജീവിതം മാറാൻ അത്ഭുതങ്ങളൊന്നും സംഭവിക്കേണ്ടതില്ല. ഒരു ചെറിയ തീരുമാനം മാത്രം മതി. ഇനി ഞാൻ വിട്ടൊഴിയുന്നു, ജീവിതത്തിൽ വിശ്വസിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അതിലൂടെ എല്ലാവർക്കും ഈ സമാധാനം അനുഭവിക്കാൻ കഴിയട്ടെ.